കണ്ടു. വണ്ടിയൊക്കെ പുള്ളിയുടെ അവിടെ നിന്ന് എത്തി. അതെല്ലാം തുറന്ന് കംപ്ലീറ്റ് കണ്ടു. വൈറ്റ് കളർ സ്വിഫ്റ്റ്. പിന്നെ വേറൊരു സസ്പെൻസ് ഉണ്ട് ഈ ആഴ്ച. ഈ ആഴ്ച 3 പ്രോഗ്രാം ഉണ്ട്. അറിയാം എന്തുമാത്രം മുടിയാ കോളേജിൽ പഠിക്കുമ്പോ ആ ഫോട്ടോ കണ്ടപ്പോ ഇങ്ങനെ നെറ്റിയില്ല. അപ്പൊ എനിക്ക് വയറിന് സുഖയില്ലായിരുന്നു ഒരു 5-6 മാസം. ഇന്നത്തെ കിറ്റുകൾ കണ്ടിട്ട് അമ്മ അന്താളിച്ചിരിക്കണ പോലെ ഉണ്ടല്ലോ. ഇന്നും ഒരു ചേച്ചി കണ്ട് ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് അതിൽ ഒരെണ്ണം ഇത്തിരി വിശേഷപ്പെട്ടതാട്ടോ. അത് വിശേഷപ്പെട്ടതാ. ഇമ്പോർട്ടഡ് ഫ്രം കൊറിയ. ഇന്ന് 2 സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള സാധനങ്ങളുമായിട്ടാ വരവ്. ഈ ഐറ്റം അങ്ങനെ മോശമാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ പോവണ്ട. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, നമുക്ക് നല്ലത്. ഇതേപോലെ ട്രൈ മറ്റും ഉണ്ടല്ലോ. ട്രേ അല്ല, ഇതെന്തിനാ പോലും. അതെ, ഇന്ന് എന്നെ അമ്മ പതിവില്ലാതെ എഗ് പപ്സ് എനിക്ക് വേണ്ടി മേടിച്ചേ. സാധാരണ വെജ് അല്ലേ മേടിക്കാൻ. ഞങ്ങള് വെജാ. അപ്പൊ നിനക്ക് വെജ് അത്ര ഇതല്ലല്ലോ എന്നോർത്ത് എഗ് മേടിച്ചു. ഇന്ന് ഞാൻ മരണം ഉണ്ടായിടത്ത് ഞങ്ങൾ പോയായിരുന്നേ, മാറ്റിക്കോളാം. അപ്പൊ പോയേച്ച് വന്നപ്പോ പിന്നെ വേറെ ഒന്നും കട്ടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പപ്സ് എവിടെന്നാ? പപ്സ് ജയ ബേക്കറി. വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാന്ന് പറയാവോ? ഇത് മറ്റേ ചക്കയപ്പാണോ? അത് തന്നെ. ഇപ്പൊ എവിടെന്നാ കിട്ടിയ ചക്കയപ്പ? ആ ഫ്രീസറിൽ ഇരുന്ന പഴപ്പ കുമ്പിള് കുത്താതെ അമ്മ ഉണ്ടാക്കിയില്ലേ? ഇടനേല അടിയിൽ വെച്ച്. അടിയിലല്ല, മുകളില. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ വീഡിയോ? അപ്പൊ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. നല്ല സ്മെല്ലാ. ഇടനയുടെ കട്ട് ചെയ്ത പീസൊക്കെ അത്ര ശരിയായില്ല. അതൊന്നും കുഴപ്പമില്ല. ആ സ്റ്റീൽ കിണ്ണത്തിലാണ് ഉണ്ടാക്കിയത്, അലുവ പോലെ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ പ്ലേറ്റിലേക്ക് വെച്ചതാണ്. ഇതിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പ കഴിച്ചു, ഞാനും കഴിച്ചത്. ഒരു ഇലക്ക ചെറിയാതെ ഇടുന്നത് അപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് ചൂടാറിയ കൊള്ളൂല. മുഴുവനേ അല്ല ഇട്ടത്. ഞാൻ ഇതിന്റെ കൂടെ ശർക്കരയുടെ കൂടെ ചാലിച്ചതാ. പക്ഷെ ഇന്ന് വന്ന നമ്മുടെ ഗെറ്റ് ടുഗദർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ അമ്മായിയും ഇതിനെ കണ്ടു. രാജസ്ഥാനി അവിടെ ഉണ്ട്. രാജസ്ഥാനി അല്ല, രാജസ്ഥാനിൽ നിന്ന് ജോലി മാറി ട്രാൻസ്ഫർ ആയി വന്നു. അപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പോ കണ്ടു. വണ്ടിയൊക്കെ പുള്ളിയുടെ അവിടെ നിന്ന് എത്തി. അതെല്ലാം തുറന്ന് കംപ്ലീറ്റ് കണ്ടു. വൈറ്റ് കളർ സ്വിഫ്റ്റ്. ഡ്രസ്സും തയ്ച്ച് കിട്ടിയോ? അത് രാജസ്ഥാനിയും നമുക്ക് വീഡിയോയിൽ കാണിക്കാം. പിന്നെ വേറൊരു സസ്പെൻസ് ഉണ്ട് ഈ ആഴ്ച. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ വരും പിന്നാലെ. ഈ ആഴ്ച 3 പ്രോഗ്രാം ഉണ്ട്. അറിയാലോ, 3 വരും. അത് പിന്നാലെ ഓരോന്നേ വരും. പുറകിലിരിക്കുന്ന മുഴുവൻ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ. ഞാൻ ചുമന്ന് വിഷമിച്ചു പോയി. വണ്ടിയിലല്ലേ പോന്നെ. എന്നാലും അവിടെ നിന്നൊക്കെ തൂക്കി പിടിച്ചോണ്ട് പോരണ്ടേ. ഷോപ്പുകളിൽ നിന്ന് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇത് കഴിക്കണതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാം. ഞാനിപ്പോ ഇതിൽ ഏതാ ആദ്യം കഴിക്കുക? അപ്പൊ പപ്സോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു കേട്ടോ. ഇത് ആർക്കെങ്കിലും പപ്സ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എനിക്ക് എഗ് പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. പപ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിക്കാം. ഏതാ? ചക്കയപ്പം. സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. കുമ്പിളി കുത്താതെ മുറിച്ചെടുക്കുന്ന രീതിയിൽ. അതെ. അതെ. കിളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കിളി ഒരു പ്രത്യേക തരത്തിലുള്ള കിളിയാട്ടോ. അതിനൊരു കരച്ചിലുണ്ട്. ആ കരച്ചിലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കുറേ നാളായി നടക്കണം, ഇതുവരെ സാധിച്ചിട്ടില്ല. ചില വീഡിയോസിൽ അതിൻ്റെ സൗണ്ട് അമ്മ കേൾക്കാറുണ്ടെന്ന്. പുള്ളിക്കുറവൻ. ഞാൻ ചക്കയപ്പം കഴിക്കുക. അപ്പൊ ചക്കയപ്പം ഇപ്പൊ കഴിക്കണ കാണുമ്പോ എല്ലാവർക്കും കൊതി വരും അല്ലെ. സീസണൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ചക്കയപ്പം എങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ള പറഞ്ഞു. അത് പറഞ്ഞു നമ്മള്. കുമ്പിളിലല്ല, ഇടനേല മോളിൽ വെച്ച് ഫ്ലേവർ കിട്ടാൻ കിണ്ണത്തില് കോരി ഒഴിച്ച് തവയില് നെയ്യ് പുരട്ടി വെച്ച് അത് കോരി ഒഴിക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഇല 2 മീതെ വെക്കും. ഇതിന്റെ സ്മെല്ല് കിട്ടാൻ എളുപ്പം ക്രിയ ചെയ്തതാട്ടോ. സാധാരണ ഇത് ചുരുട്ടി ഇങ്ങനെ കുമ്പിള് കുത്തി ഈർക്കിളയും കൊണ്ട് കുത്തിയാണ് നമ്മൾ ചക്കയപ്പായിട്ട്
ഒഴിച്ച് ചെയ്യാറ്. ഇതിപ്പോ ഞാൻ എളുപ്പ മാർഗത്തിൽ ചെയ്തതാട്ടോ. ഞങ്ങളുടെ രീതി ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. പലർക്കും പല അഭിപ്രായങ്ങളും രീതികളും ഉണ്ടാവൂല്ലോ. അപ്പൊ ഞങ്ങൾ ചെയ്ത രീതി ഷെയർ ചെയ്താട്ടോ. ഓക്കെ. എന്റെ അമ്മയൊന്നും പറയാത്ത ഒന്നും പറയാത്തതിന്റെ കാരണം വന്ന് ചായ കൂടി കഴിഞ്ഞപ്പോ മുടി കയറ്റി കൊമ്പി വെച്ചേക്കണോണ്ട് ഞാൻ ചിലപ്പോ കൊമ്പ് കയറ്റി വെക്കുമ്പോ വലിയപ്പ എന്നെ തമാശ കൊണ്ട് പറയുമായിരുന്നു, ഇതെന്നല്ല ഇനോ പൊങ്ങിയിരിക്കണേന്നൊക്കെ. അപ്പൊ ഞാൻ പറയും ചൂട് കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ വെക്കാൻ മുടിയില്ല. അത് സാരമില്ല. അല്ല, മുടി ഇല്ലെന്നൊന്നും അല്ല, മുടിയുടെ തിക്നെസ് എല്ലാം പോയി. ഞാൻ പ്രീതി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറഞ്ഞോ, അവർക്ക് കേൾക്കാൻ ഇഷ്ടമായിരിക്കും. പ്രീതി മിക്സിയുടെ വാഷർ മാറാനായിട്ട് തൃപ്പൂണിത്തുറ സർവീസ് സെന്ററിൽ ഞാനും അപ്പം കൂടെ പോയി. അപ്പം കയ്യിൽ മേടിക്കാൻ കടയിൽ കയറി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിറവം നാട്ടുകാരി തൃപ്പൂണിത്തുറ മാരേജ് ചെയ്ത് വിട്ടിരിക്കുന്ന ഒരു ലേഡീനെ കണ്ടു. എൻ്റെയൊക്കെ ഏജ് ഉണ്ട്, ഇച്ചിരിയുടെ ഏജ് കൂടുതലാന്ന് തോന്നണം. മകളുമായിട്ട് അവിടെ എന്തോ മിക്സിയുടെ എന്തോ കംപ്ലൈൻറ്റുമായിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ സബ്സ്ക്രൈബറാണ്, റെഗുലറായിട്ട് കാണണ്ട. എൻ്റെ നാട് പിറവം ബേസ് എന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഇച്ചിരിയോടെ ഒരു ഹര എന്ന് പറഞ്ഞ് കാണാൻ. അപ്പോൾ പുള്ളിക്കാരി പറയുവാണ്, അപ്പം സ്പൂൺ കൊണ്ട് കഴിക്കുന്ന വീഡിയോയൊക്കെ ഭയങ്കര രസമായിട്ട് ഹസ്ബൻഡും പുള്ളിക്കാരിയും കൂടെ ഇരുന്ന് കാണും. പിന്നെ എന്നോട് ചോദിക്കുക, എന്തുമാത്രം മുടിയാ കോളേജിൽ പഠിക്കുമ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ ഇങ്ങനെ നെറ്റിയില്ല. എനിക്ക് ആ ഫോട്ടോയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുമല്ലോ അമ്മാച്ചൻ്റെ ഒക്കെ പോലെ മുടി ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഓരോരോ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ മുടിയൊക്കെ പൊഴിയൂല, അങ്ങനെ മുടിയൊക്കെ പൊഴിഞ്ഞതാണ്. പിന്നെ ഇപ്പൊ അത്യാവശ്യം പിടിക്കാനുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ തമാശ പറഞ്ഞു. പക്ഷെ കുറെ പേര് ഇപ്പൊ പറയുന്നുണ്ട് അമ്മയുടെ മുടി വളർന്നല്ലോ. അല്ല, വളർന്നു. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് ചില ട്രബിൾ വന്ന സമയത്ത് ഞാൻ ഫുഡ് ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്തു. ഒരു കയ്യിൽ റൈസും കുറച്ച് വെജും മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം എനിക്ക് വയറിന് സുഖമില്ലായിരുന്നു ഒരു 5-6 മാസം. ആ ടൈമില് ഈ ഇൻടേക്ക് കുറവല്ലേ, അപ്പം നമുക്ക് എന്നാന്ന് വെച്ചാൽ ഭക്ഷണം കുറവായതുകൊണ്ട് നമ്മുടെ വൈറ്റമിൻ്റെ ഒക്കെ കുറവുകൾ ബോഡിയിൽ ഉണ്ടാവുമല്ലോ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഞാൻ 55-56 കിലോയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. 60-ൽ താഴെയായി എപ്പോഴും എൻ്റെ വെയിറ്റ് വരാറ്, 60. പക്ഷെ എനിക്ക് മേലായി വന്നു കഴിഞ്ഞപ്പോൾ അത് 48 ആയിട്ട് വന്നായിരുന്നു അസുഖം വന്നേ. അതിപ്പോൾ 2.5 കൊല്ലമായി. അതിനുശേഷം ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം നമുക്ക് വെയിങ് ബാലൻസ് ഇവിടെ ഉണ്ട്. ലേറ്റസ്റ്റ് ഇപ്പം ഞാൻ 56.5 ആയി. ഇനിയിപ്പോൾ എനിക്ക് വെയിറ്റ് കൂടണമെന്നില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പം ഞാൻ ഫുഡ് കൂടുതൽ കഴിക്കാൻ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി കഴിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും ചിലപ്പോൾ മുടിക്കൊക്കെ ഹെൽത്ത് വന്നത്, ഇതിനൊക്കെ തൂത്തിതായി വന്നത്. മുടി കുറച്ച് കിളിർത്തിട്ടുണ്ട് ഇപ്പം എനിക്കറിയാം. പക്ഷെ പിന്നെ പ്രായമാകുമ്പോൾ മുടി പൊഴിയും. പക്ഷെ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ 2 അമ്മായിമാർക്കും, കോട്ടപ്പടിയിലെ അമ്മായിക്ക് കുറേയൊക്കെ പൊഴിഞ്ഞു പോയി, വെട്ടിക്കാട്ടുമുക്കിലുള്ള അമ്മായിയുടെ മുടി ഒരു ഓർക്കണുണ്ടോ, പിന്നെ പോലും പൊഴിഞ്ഞു. ഇങ്ങനെ പുറ്റുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇച്ചിരി നെറ്റിയായിട്ട്. എൻ്റെ ഗ്രാൻഡ് മദർ മരിക്കുമ്പോഴും ഭയങ്കര മുടിയായിരുന്നു അമ്മയ്ക്ക്. ഗ്രാൻഡ് മദറിന് എൻ്റെ അവരുടെ ആ ഒരു പരിചരണം അതുപോലെ ഉണ്ടാവും. നന്നായിട്ട് കാച്ചി എണ്ണയൊക്കെ തേച്ച് അമ്മ അങ്ങനെയായിരുന്നു. നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അമ്മായിയുടെ മുടി. അമ്മായി 72, എൻ്റെ അപ്പച്ചനും എൻ്റെ മൂത്ത അമ്മായി മരിക്കുന്ന 72 ഏജാണ്. ഗ്രാൻഡ് ഫാദറും 72 ഏജിലാണ് മരിക്കുന്നത്. അപ്പം അമ്മായി മരിക്കുമ്പോഴും ഈ മുണ്ടും ചട്ടയിൽ ഇങ്ങനെ അഴിച്ചിടുമ്പോൾ അപ്പം പറയില്ല, ഇങ്ങനെ ഇവിടെ വരെയും കുളിച്ചേച്ച് കിടക്കുമ്പോൾ മുടി കിടക്കുന്നു. അത് ഇതിലെ ഒരേ നരയുള്ളൂ, ഭയങ്കര കറുപ്പ് മുടിക്ക്. അപ്പം അങ്ങനെ. അപ്പം ഞാൻ പറയും, ഇപ്പം ഞാൻ അങ്ങനെ പൊക്കി വെക്കാറില്ല, പൊക്കി വെക്കാൻ മാത്രമേ ഇല്ല. പിന്നെ ചൂടുകാലത്ത് പൊക്കി വെക്കും കേട്ടോ. അപ്പം നീ മുടി പൊക്കി വെച്ചങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അതുകൊണ്ട് ഇന്നും ഒരു ചേച്ചി കണ്ട് ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞ് ഹായ് പറയണോ കേട്ടോ. പേര് സുനിത എന്ന് പറഞ്ഞു. സുനിത. ചേച്ചി വലിയ സന്തോഷത്തിൽ ഓടി വന്നേ. അപ്പൊ പ്രത്യേകം ഹായ് പറയുമോ എന്നൊക്കെ ചോദിച്ചതിനോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പറയാം. അപ്പൊ പ്രത്യേകം ഞങ്ങളുടെ ഒരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഓഗസ്റ്റ് 23 ഫ്രൈഡേ. അതെ അതെ. ഇന്നത്തെ വീഡിയോയില് സുനിതയ്ക്ക് ഒരു ഹായ് തരുവാണ്. ഞങ്ങളുടെ 2 പേരുടെയും മകളാണ് കണ്ടത്. അപ്പൊ ഒരു ഹായ് 2 പേരുടെ മക കേട്ടോ. ഇന്നത്തെ കിറ്റുകൾ കണ്ടിട്ട് അമ്മ അന്താളിച്ചിരിക്കണ പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു അധികം ഷോപ്പിംഗ് നടത്തണ്ട. പക്ഷെ ഷോപ്പ് ചെയ്ത് വന്നപ്പോ കുറച്ച് സാധനങ്ങളായി. പക്ഷെ അമ്മയ്ക്ക് വിഷമിക്കണ സാധനമൊന്നും അല്ല. എന്നാ കുഴപ്പമില്ല. ഇത് നിനക്ക് ഫ്രൂട്ട് ബൗൾ അല്ലേ, പേരക്കല്ലേ? അതെ 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 അതെ. കട്ട് ചെയ്ത പേരക്ക ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കട്ട് ചെയ്ത് മേടിക്കാൻ കിട്ടൂട്ടോ. എപ്പോഴും കാണിച്ചിട്ടുണ്ട് വീഡിയോസിൽ, അത് കാണിക്കാറുണ്ട്. പിന്നെ ഇത് പതിവ് പനീറ. അതെ, എടുത്തു വെക്കാം ഇവിടെ വെച്ചോ. പിന്നെ സാധാരണ കൊണ്ടുതന്നെ കോൺ. അത് കൊറേ നാളായി ഇപ്പൊ മേടിച്ചിട്ട്. പിന്നെ ഇതിലെന്നാന്ന് നോക്കട്ടെ കേട്ടോ.
അതിൽ ഒരെണ്ണം ഇത്തിരി വിശേഷപ്പെട്ടതാട്ടോ. ആ അത് വിശേഷപ്പെട്ടതാ. ആണോ? ഇമ്പോർട്ടഡ് ഫ്രം കൊറിയ. എല്ലാം ഇനി എടുത്തു വെക്കും. അത് മറ്റേ കണ്ടീഷണർ. ഹെർബൽ കണ്ടീഷണർ. അല്ല ധാത്രിയല്ല, ദീദി. ധാത്രി തന്നെ കണ്ടീഷണർ. പിന്നെ ഇതിങ്ങനെ എടുത്തേച്ച് മറ്റത് പറയാം. ഡ്രാഗൺ. ഇതെന്തൊന്നും അതും ധാത്രിയുടെ ഷാമ്പു ആണ്. ധാത്രി ആന്റി ഡാൻഡ്രഫാ. എനിക്കിപ്പോ ഇച്ചിരി ഡാൻഡ്രഫ് ഉണ്ട് തലയിൽ. അപ്പൊ അതുകൊണ്ട് ഇതെനിക്ക് എപ്പോഴും ഇഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഷാമ്പു എടുത്തപ്പോ ഇതും കൂടി ഈ കണ്ടീഷണറും കൂടെ മേടിച്ചതേ ഉള്ളൂ. അത് തന്നെ സെയിം കമ്പനി തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് എടുക്കാം. ഇന്ന് 2 സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള സാധനങ്ങളുമായിട്ടാ വരവ്. ഇല്ല, അതെ കല്യാണം ലുലു 2 സ്ഥലത്തെ സാധനങ്ങളുണ്ട്. മറ്റേതിൽ അമ്മയ്ക്ക് കുറച്ച് ഹരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലത്ര ഹരം പകരുന്നതൊക്കെ കുറവാ. ഇതിനകത്ത് ഈ ഫ്രൂട്ട്സും പനീറും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലേ. അവിടെ റെഡ് ഇല്ലായിരുന്നു. റെഡ് മീൻസ് അതിന്റെ അകത്തെ വൈറ്റാ. മറ്റേത് പൊട്ടിച്ചു നോക്കിയേ. അത് ഇമ്പോർട്ടഡ് ഫ്രം കൊറിയ. ഒരു പ്രത്യേക ഫ്രൂട്ടാ അത്. ഭയങ്കര വിലയാട്ടോ. 1 കിലോ 349 രൂപയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഇച്ചിരി കേമനാവൻ. പഴുത്തത് നോക്കി 3 എടുത്തതാ. അതെ നമുക്ക് ആവശ്യത്തിന് തൂക്കി എടുത്താ മതിയല്ലോ. അപ്പൊ പിന്നെ സൗകര്യ. പേര് ഞാൻ മറന്നുപോയല്ലോ. ഇന്നാളെ എന്നോട് നീ പേര് പറഞ്ഞതായിരുന്നു. അമ്മ ആ കവറ് മൊത്തം വെട്ടി കീറിയല്ലോ. പിന്നെ അല്ല പൊട്ടിയോ അത്? ഞാൻ മേടിച്ചപ്പോ ഇച്ചിരി മേടിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നു. പഴുത്ത് നന്നായിട്ടിരിക്കുന്നതാ ഞാൻ എടുത്തത്. കുഴപ്പമില്ല. ഒരു പ്ലേറ്റിൽ വെക്കാം, സോസറിൽ. അത് വെക്കാനുള്ള സാധനം എന്തേ അതിനകത്ത് ഇരിപ്പുണ്ട്, ആ കവറില്. അതിപ്പോ തൽക്കാലം ഇതൊരു പ്ലേറ്റിലെടുത്ത് വെക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് ഡാൻഡ്രഫ് വന്നപ്പോൾ ഞാൻ ഈ ഷാമ്പു മേടിച്ചതാണ്. കാരണം ഡാൻഡ്രഫ് വരുമ്പോൾ എനിക്കിത് കുറച്ച് ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹെയർ ടൈപ്പിനെ എൻ്റെ പോലെ ആയിരിക്കണമെന്നില്ല കേട്ടോ എല്ലാവരുടെയും. അതുകൊണ്ട് ഞാനിത് ഒരിക്കലും പ്രൊമോഷനായിട്ടോ റെക്കമെൻഡേഷനായിട്ടോ ഒന്നും പറയുന്നതല്ല. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ഹെയർ ടൈപ്പും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനും ഹെയർ ടൈപ്പിനും ചേരുന്നത് ഏതാണെന്ന് ഏതെങ്കിലും സർട്ടിഫൈഡ് പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പോടുകൂടി കണ്ടെത്തുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കമ്പനിയെ പറ്റി ഒന്നും തന്നെ കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷനായിട്ട് കരുതിയേ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഒരു സംഗതിയും ആരെയും കമ്പനി ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് മേടിപ്പിക്കാറില്ല. ഞങ്ങൾ ഒരു സാധനം ഞങ്ങൾ എന്തെങ്കിലും സംഗതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഞങ്ങൾക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങളോട് അത് അഭിപ്രായം ഷെയർ ചെയ്യും. 1. 2, ചില സംഗതികൾ കാണുമ്പോ പ്രത്യേകിച്ച് ഇന്നാള് ആരോ ചോദിച്ചില്ലേ വെണ്ണ ബിസ്ക്കറ്റ് ഇപ്പൊ ചായയിൽ മുക്കി കഴിക്കാൻ. പിന്നെ ബട്ടർ സോൾട്ട് എപ്പോഴും ചോദിക്കും അവര് ആൻസിന്റെ. അപ്പൊ അത് ചോദിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ആൻസിലിയാന്ന് പറഞ്ഞപ്പോ ആരൊക്കെയോ എന്തൊക്കെയോ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ആവശ്യക്കാർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ ചോദ്യത്തിന് മറുപടി തരണതാണ്. അതിപ്പോ താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേക്ക് ഉണ്ട്, ആ ഭാഗം അങ്ങ് വിട്ടേക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും വീഡിയോ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് നല്ലതല്ല. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും ആ ഐറ്റം ഗുണമില്ലാന്ന്. പല ഐറ്റം അങ്ങനെ മോശമാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ പോകണ്ടെന്ന് തുറന്നു തന്നെ പറയാറുണ്ട്. ഒരു സാധാരണ അടുക്കളയില് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രം നിങ്ങളുമായിട്ട് തുറന്ന് കാണിക്കുന്നു, തുറന്ന് സംസാരിക്കുന്നു. അത് താല്പര്യം ഇല്ലാത്തവർ പിന്നെ ആ ഭാഗം അങ്ങ് ഒഴിവാക്കിയാൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, നമുക്ക് നല്ലത്. ഈ പ്ലമ്മന്റെ അവിടെ നീക്കി വെച്ചേക്കണം, അത് കേമപ്പെട്ട സാധനം കേട്ടോ. ഓരോ ഇച്ചിരി പൊട്ടിയതുകൊണ്ട് ഞാൻ സോസറിലാക്കി കാണാൻ മേല. അത് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെക്കുക. ഇച്ചിരി സൗന്ദര്യം ഉള്ളതല്ലേ. ഇത് മാറ്റട്ടെ കേട്ടോ. ശരിയാവൂല, പുറത്തിരുന്നാലേ കുറച്ച് സമയം. അതാ ഫ്രീസറിട്ട് വെച്ചു കൂട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാൻ ഫ്രീസറിട്ട് വെച്ചു. ഡീപ് ഫ്രീസറിൽ വെക്കണ്ടല്ലോ, വേണ്ട, ഇതിന്റെ ആവശ്യമില്ല. ഇതും കോൺ നമുക്ക് പൊട്ടിക്കാം. പ്ലംബിങ് നീക്കി വെച്ചോ. കാണുമ്പോ ഒരു ലുക്ക് വരട്ടെ. മതിയോ? മതി. ഇത് തുറക്കട്ടെ, ഇതിലിരിക്കണതൊക്കെ. ഓ, ഇതേ നല്ല ട്രേ മെറ്റി ഉണ്ടല്ലോ. ട്രേ അല്ല,
അപ്പയ്ക്കുള്ള സാധന. അത് ഓഫറിന് കിട്ടിയതാ. 140 രൂപയാ, പക്ഷെ 59 രൂപയ്ക്ക് കിട്ടി. കല്യാണിന്ന് എവരിഡേയുടെ LED ബൾബ്. അതെന്നാ അത് നട്ട്സാ, റോസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന. ഇത് നല്ല സാധനം, ഇഷ്ടപ്പെട്ടോ? അത് പക്ഷെ എക്സിബിഷന് കണ്ടത് അത്ര നല്ലതല്ല. എക്സിബിഷന് മേടിച്ച സാധനം കാണിച്ചായിരുന്നു? ഇല്ല, അതും കാണിക്കാം നമുക്ക്. കാണിച്ചില്ലേ? ഇല്ല. എന്നാ അത് കാണിക്കാം. അത് അടുത്തേച്ച് ഇടണം, അപ്പൊ നമുക്ക് കാണിക്കാം. ഇത് നല്ലതാട്ടോ. എന്നാന്നോ, ഇത് നല്ല ബലവും ഉണ്ട്, ഇൻബിൽട്ടാ. വിട്ടുപോരൂല. ഞാൻ ഒരെണ്ണം മേടിച്ചത് എപ്പോഴും ഇങ്ങനെ അത് ഊരിപ്പോരും. എനിക്കത് തോന്നി, അമ്മ അത് പറയണത് എനിക്ക് ഓർമ്മ വന്നു ഇത് കണ്ടപ്പോ. കാണുമ്പോ ഞാനതില്ലേ കളഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല കുത്തി കഴിയുമ്പോ ഇങ്ങനെ വെച്ചേച്ച് ഇട്ട് കഴിയുമ്പോ അതിൽ നിന്ന് വിട്ട് ദോശ. പക്ഷെ ഇതിന് 99 രൂപയുണ്ട്, വിലയുള്ള സാധനം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് നല്ലതാണിത്. ഇത് കണ്ടോ? അല്ല, ഇത് യൂസ് ചെയ്യണവര് പലരും ഉണ്ടാവും. ഇച്ചിരി പൊക്കി പിടിച്ചേ. ഇങ്ങനെ അതിനോട് ചേർന്നിരിക്കണതാ, അല്ലാതെ സെപ്പറേറ്റ് വിട്ടുപോരുന്നതല്ല. നല്ല സാധനം കേട്ടോ. ഓക്കെ, ഇതെന്നാന്ന് തുറന്നില്ല കേട്ടോ ഞാൻ. പിന്നെ ഏതാണ്ട് എനിക്കുള്ളത് തന്നെ ഇതും. മിനി മൊറം. ഇതും കൂടി ഇരുന്നോട്ടെ. കണ്ടില്ലേ അത് പച്ച? പച്ച. ഇത് എത്രയായി ഇതിന്? 40 സംതിങ്. അന്നും അങ്ങനെ ഏതാണ്ടാ ഞാൻ മേടിച്ചത്. അത് ഷൈനീന്നാ പച്ച. ഇത് ഇഷ്ടായില്ലേ? നല്ല. ഇത് കല്യാണാണോ? കല്യാണിലാണ് ഇങ്ങനത്തെ ഒക്കെ സംഗതികൾ. നല്ലതാ. അപ്പടെ ബൾബാ പോരുമ്പോ കൊടുക്കാം. ബൾബ് നല്ല ലാഭാ. നല്ല ലാഭാ. കുളിക്കാൻ കിറകിൽ വേണമെങ്കിലേ സിറ്റ് ഔട്ടിൽ ഒരു ബൾബ് ഊരി വെച്ച് ഇതിടിക്കാം. 9 വോൾട്ട് അല്ലേ? പക്ഷെ നല്ല ലാഭം. 59 രൂപയുള്ളൂ. ഫിലിപ്സിന്റെ ആണോ? എവരുടെ എവരിഡേ അത്യാവശ്യം ബ്രാൻഡഡാ. ഇത് പണ്ട് ഇങ്ങനത്തെ ടോർച്ചാ, സ്ഥിരം കോമൺ ടോർച്ചാ. അത് പണ്ട് കാലത്തെ ടോർച്ച്. ഇനി ഇതെന്തിനാ ഒരു അതെ, എന്റെ ജ്വല്ലറി ഓർഗനൈസ് ചെയ്യാൻ മേടിച്ചതാ. പോളിത്തീൻ കവർ ഇട്ട് വെക്കാൻ. ബ്രോഡ്വേന്ന് ജ്വല്ലറി. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് ഇങ്ങനെ ജ്വല്ലറി ഷോപ്പ് അല്ല ഷോപ്പിൽ നിന്നാണോ ഇത് മേടിച്ചത്? തൂക്കി മേടിക്കാം നമുക്ക്. മേടിക്കാം അല്ലേ? 100 ഗ്രാം വീതം, 2 സൈസിലുള്ളത്. അങ്ങനെ പിടി കിട്ടി. സെൽഫ് ലോക്ക്. സെൽഫ് ലോക്ക് അല്ല, അത് ഒട്ടിക്കണതാ. സെൽഫ് ലോക്ക് ആണെങ്കിൽ 1 കിലോ മേടിക്കണം എന്ന് പറഞ്ഞു. മറ്റേ ഒട്ടിച്ച് മറ്റേ സംഭവമില്ല, തുറക്കണേ. ഇത് പശ പോലത്തെ സാധനം. പിന്നെ മാലക്കൊക്കെ ഇതൊക്കെ മതിയല്ലോ. അത് 1 കിലോ മേടിക്കണം എന്ന് പറഞ്ഞു. 1 കിലോയുടെ ഒന്നും ആവശ്യം എനിക്കില്ല. ആവശ്യമില്ലല്ലോ. 2 വലിപ്പം അല്ലേ? അതെ അതെ അതെ. സൈസ് ബില്ലുകളാട്ടോ ഇതിൽ കിടക്കണം. ബില്ലുകളല്ല, ഒരെണ്ണം തുറക്കാനില്ല സംഭവം. തുറക്കാം. ബില്ലുകളെല്ലാം അതിൽ കിടപ്പുണ്ടേ. ഞാൻ ഇന്നിവിടെ ആ ബില്ലൊക്കെ ആ ഡപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ. ഡ്രൈ ഫ്രൂട്ട് അല്ല, നട്ട്. പറഞ്ഞത് മാറിപ്പോയി. ആരോഗ്യത്തിനുള്ളതാ. ഞങ്ങള് അമ്മാച്ചിന്റെ അടുത്ത് ചെന്നപ്പോ ഇല്ലേ, പിസ്ത ഉണ്ടായിരുന്നു. കുറച്ച് ഞങ്ങള് ചായയുടെ കൂടെ ചായയും പിസ്തയും കാരാ ബിസ്ക്കറ്റ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു, ധാരാളം. മതിയല്ലോ, ഇത് തന്നെ ധാരാളം. അതെ, ഇതിലും ബില്ലുണ്ട്. ഇതിലെ ബില്ലേ മറ്റേതിലേക്ക് ഇടാം. ബില്ലുകൾ ഒന്നിച്ചായിക്കോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇവിടെ പരിസമാപ്തിയാവുകയാണ്. എന്നും ഒരുപാടായാൽ പറ്റൂല്ലോ. എല്ലാവർക്കും ശുഭരാത്രി. അപ്പൊ ഞാൻ പറഞ്ഞു വൈറ്റ് വിയറ്റ്നാം ഡ്രാഗൺ. നല്ല ഫൈബർ ഉള്ള ഫ്രൂട്ടാന്നാ പറയണേ. ഇത് വളരെ നല്ലതാണ്. ഇഷ്ടമല്ലെങ്കിൽ നീ കണ്ടിന്യൂസ് മേടിച്ചോണ്ടെങ്കിൽ കഴിച്ചോ, നല്ലതാ. ആരോഗ്യം പോരട്ടെ. ഇപ്പോഴേ ആരോഗ്യത്തിൽ കൂടുതലാ. ഇനി ആരോഗ്യം പോരണ്ട, ഈ രീതിയിൽ പോയാൽ മതി.